ഒരു അതിശയം തന്നെയാണ് സത്യത്തിൽ. കാരണം ഈ കൊച്ചുകുട്ടികൾ 5 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെയുള്ള കുട്ടികൾ വന്ന് കാണാതെ പഠിച്ച് പാടുമ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്കൊക്കെ ഒരു വിസ്മയമാണ്. സത്യം പറഞ്ഞാൽ ഞാനത് ആസ്വദിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണോ? അപ്പോൾ ഈ പുതിയ സീസണിൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീസണിൽ ഒരു 5 വയസ്സായിട്ടുള്ള, 5 വയസ്സുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ 4 എന്നും പറയും, ചിലപ്പോൾ 6 എന്നും പറയും. അതുകൊണ്ട് വ്യക്തതയില്ല. ഒരു നിങ്ങളുടെ നാട്ടുകാരി ഒരു കുട്ടി ഇവിടെ ഉണ്ട്, താരക്കുട്ടി എന്നാണ് പേര്. അപ്പോൾ നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. ആ മോളെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. വാ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് കാസർഗോഡ്. ഹാപ്പി ക്രിസ്മസ്. ഇത് പഠിപ്പിച്ചു വിട്ടതല്ലയോ? ആരാ പഠിപ്പിച്ചെന്ന നോക്ക്? അച്ഛനാണോ അമ്മയാണോ? അമ്മ. അല്ല, ആരും പഠിപ്പിച്ചതാ. അങ്ങനല്ല. എന്തായാലും പഠിപ്പിച്ചു തന്നല്ലാതെ ഗുഡ് ഈവനിങ് എന്നൊന്നും പറയത്തില്ല. അപ്പൊ ഏത് പാട്ടാണ് നമ്മൾ ഇതാരെന്നൊക്കെ അറിയാം? വല്ലതും അറിയാവോ? ഇതെവിടാന്നറിയാവോ? അറിഞ്ഞൂടാ. ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ ഏതെങ്കിലും പാട്ട് അറിയാവോ? മരുന്നോന്നല്ല മരുന്ന്. ഇവർക്ക് കുറച്ച് ആവശ്യമാണ് മരുന്ന്. അപ്പൊ നമുക്ക് പഴയ പാട്ടാണ്. മരുന്നോ നല്ല മരുന്ന്. കേട്ടാലോ? കൊച്ചിന് നല്ല കൈയടിയോട്. മേൻഹോൾ കുറച്ച് ഇപ്രാവശ്യം കറക്റ്റ് ആയിരുന്നു. കൊച്ചു വെയിറ്റ് ചെയ്യാ. ആർക്കറിയാം, 2 ദിവസം 3 ദിവസമൊക്കെയാണെന്ന് തോന്നുന്നു. മറ്റേ പെണ്ണിന്റെ പണി 2 ചായ വെക്കല് മാത്രമാണ്. ബാക്കി സമയം ഫുൾ ടൈം റൂമിന്റെ അകത്ത്. അതല്ല, മറ്റേവർക്കെന്താ പണി? 2 പിള്ളേർ ഭയങ്കര മടിയന്മാരാ. അവർക്കെന്താ പണി? അസൂയക്കും
അരമരുന്ന് വച്ച് വന്ന് വീറ്റ് വന്ന് മരുന്നോ നല്ല മരുന്ന് അരമരുന്ന് പൊടി മരുന്ന് വച്ച് വന്ന് വീറ്റ് വന്ന് മരുന്നോ നല്ല മരുന്ന് അരമരുന്ന് പൊടി മരുന്ന് വച്ച് വന്ന് വീറ്റ് വന്ന് മരുന്നോ നല്ല മരുന്ന് മരുന്നോ നല്ല മരുന്ന് മരുന്നോ നല്ല മരുന്ന്. താങ്ക് യു. മിടുക്കി കുട്ടി നന്നായി പാടി കേട്ടോ മോളെ, അടിപൊളി. മാർക്കൊന്നുമില്ല കേട്ടോ, മാർക്ക് ഗ്രേഡ് ഒന്നുമില്ല, ആ. പോയിരുന്നു.